ബീഹാറിൽ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നു BJP. കോൺഗ്രസും RJDയും ചേർന്ന് തന്റെ അമ്മയെ അപമാനിച്ചെന്ന മോദിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് മോദി വളരെ വൈകാരികമായാണ് ആ വിഷയത്തോട് പ്രതികരിച്ചത്. ഏതായാലും ബീഹാറിൽ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് BJP. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത് ലാൽ, എന്നാണ് ബന്ദ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വ്യാഴാഴ്ചയാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും തൻ്റെ അമ്മയെ RJDയും കോൺഗ്രസും അപമാനിച്ചെന്ന് വൈകാരികമായി പ്രതികരിച്ചതോടുകൂടിയാണ്, പ്രധാനമന്ത്രി പ്രതികരിച്ചതോടുകൂടിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് RJD എത്തിയത്. അതുകൊണ്ട് തന്നെ RJDയെ സംബന്ധിച്ചിടത്തോളം NDA എത്തിയത്. NDAയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വീണുകിട്ടിയ അവസരം എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം വോട്ടർ അധികാര യാത്രയിലുള്ള ജനപങ്കാളിത്തവും ഇന്നലെ വോട്ടർ അധികാര യാത്രയുടെ സമാപന ചടങ്ങിൽ ലക്ഷക്കണക്കിന്, അതായത് 5 ലക്ഷത്തിൽ പേർ അധികം പങ്കെടുത്തു എന്നുള്ള കണക്കുകൂട്ടലും ഒക്കെയുള്ള ഒരു അവസരത്തിലാണ് പ്രധാനമന്ത്രിയുടെ വൈകാരിക പ്രകടനം പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ അമ്മയെ, അതായത് മരണമടഞ്ഞ തൻ്റെ അമ്മയെ, രാഷ്ട്രീയമായി ബന്ധമില്ലാത്ത അമ്മയെ തെരഞ്ഞെടുപ്പ് വേദിയിൽ അധിക്ഷേപിച്ചു എന്ന പ്രധാനമന്ത്രിയുടെ വികാരപര പരാമർശത്തെ തുടർന്നാണ് ആദ്യം BJPയാണ് ബന്ദിനെ ആഹ്വാനം ചെയ്തത്. പിന്നെ NDA BJPയുടെ ആഹ്വാനത്തിനെ പിന്തുണക്കുകയായിരുന്നു. ഇപ്പോൾ ബീഹാറിൽ NDAയുടെ ബന്ദാണ്. അതായത് 4-ാം തീയതി വ്യാഴാഴ്ച ഒരേ ഒരു മുദ്രാവാക്യം മാത്രമേ മുഴങ്ങാൻ പാടുള്ളൂ എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ അമ്മയോട് മാപ്പ് പറയുക, RJD കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മാപ്പ് പറയുക, ഇത് ഒറ്റ ഒരു മുദ്രാവാക്യമാണ് ഈ ബന്ദിൽ ഉയർത്തേണ്ടത് എന്നാണ് NDA ഘടകകക്ഷികളും അതേപോലെ തന്നെ BJP സംസ്ഥാന ഘടകവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ വിവാദമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് BJPയുടെ നിലപാട്. വോട്ടധികാര യാത്രയിലും ബീഹാറിലെ SIRനുമെതിരെയും ഇന്ത്യ സിക്കം നടത്തിയ പ്രചരണത്തിന് മറ്റൊരു രീതിയിലുള്ള മറുപടിയാണ് എന്ന് വേണം ഇതിനെ കരുതാൻ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.